നമസ്കാരം. അനൗപചാരികമായിട്ടാണെങ്കിലും ടീം എക്സ് ഇന്ത്യയുടെ ഒരു പോഡ്കാസ്റ്റ് സീരീസിൻ്റെ ആദ്യത്തെ അധ്യായത്തിലാണ് നമ്മളുള്ളത്. ഈ അധ്യായത്തിൽ ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മെൻറ്ററും കൂടി ആയിട്ടുള്ള ബാനുജി എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട ഭാനുപ്രകാശ് സാർ. അദ്ദേഹം ഒരു ക്രിയേറ്റീവ് ഡയറക്ടറാണ്, ബ്രാൻഡ്സിനുള്ള അഡ്വൈസറാണ്. മലബാർ തുടങ്ങി നമ്മുടെ നാട്ടിലെ ഒട്ടേറെ ബ്രാൻഡുകളിലെ കമ്മ്യൂണിക്കേഷൻ ഡിവിഷൻ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഭാനു സാറിനെ ഈ പോഡ്കാസ്റ്റ് സീരീസിലോട്ട് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. മലബാറിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഒരു ഓണ്ടർപ്രണർ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ എപ്പോഴും വിഷൻ ഓറിയൻറ്റഡായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. മലബാർ എന്ന ബ്രാൻഡിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അതിൻ്റെ ഫൗണ്ടേഴ്സിന് ഈ വിഷനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നോ, അതോ സാറിനെ പോലുള്ള ആളുകളുടെ ഇൻവോൾവ്മെൻറ്റിൽ ഉരുത്തിരിഞ്ഞു വന്നതാണോ? വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതിയായിരുന്നു അത്. നമുക്ക് ഞാൻ 2000-ൻ്റെ എൻഡിൽ 2001 ആ ഒരു സമയത്താണ് ഞാൻ മലബാർ ഗോൾഡിന് ഉള്ള അഡ്വൈസറി തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് അന്ന് മലബാർ ഗോൾഡ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി മറ്റേ സ്ഥലത്തല്ല, ഒരു മലബാർ ഗേറ്റ് ഹോട്ടലിൻ്റെ മുകളിൽ ചില കോർപ്പറേറ്റ് ഓഫീസും ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാനും ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്ത് ഞങ്ങൾ കാഷ്വലി ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്ക് വലിയ പരിപാടികളൊക്കെ ഉണ്ട്. പല ജനറൽ ഇൻഫോർമലായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ചോദ്യത്തിലുള്ള ഉത്തരം കണ്ടത്. കാരണം അന്ന് തന്നെ ഒരു ഹയർ വിഷൻ മൂപ്പര് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈസ് വളരെ ചെറുതാണ്, പക്ഷേ ഈ വിഷനും ആ ഒരു ഡ്രീമും ഒക്കെ ഭയങ്കര ഹയർ ലെവലായിരുന്നു. അത് പൊതുവേ അന്നത്തെ കാലത്ത് കേരളത്തിൽ ഉള്ള ഒരു ഓൺട്രപ്രനേഴ്സിൻ്റെ അടുത്ത് കാണാത്തൊരു ക്വാളിറ്റി. കാരണം അതുവരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ ഒരു ഓണർ ഡ്രിവൻ ബിസിനസ്സുകളാണ് നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഡോമിനേറ്റ് ചെയ്തിരുന്നത്. എല്ലാം ഓണേഴ്സാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തികച്ചും നാട്ടിൻപുറത്തുകാരനായ ഒരാൾ കൊപ്ര കച്ചവടമൊക്കെ ചെയ്ത് ബിസിനസ് ജീവിതം ആരംഭിച്ചിട്ടുള്ളൊരു മനുഷ്യൻ ഒരു വലിയൊരു ഹയർ വിഷനായിട്ട് വരിക, ബ്രാൻഡാക്കണം, അതിൽ ഞങ്ങൾക്ക് ദൈവം സഹായിക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പോകണം എന്നൊക്കെ അന്ന് തന്നെ ഈ തുടക്കകാലത്തിൻ്റെ ഒരു വിഷനുണ്ട്. പക്ഷെ അത് അവിടേക്ക് എങ്ങനെ എത്തേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗ്രാജുവലി ഇവോൾവ് ചെയ്തതല്ല. അപ്പം അങ്ങനെ ഞാൻ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, പൊതുവെ ഈ ഓണർ ഡ്രിവൻ കമ്പനികൾക്ക്, ഓണർ ഡ്രിവൻ ബിസിനസ്സിൽ അവരൊരു ഗ്രോത്തിന് അല്ലെങ്കിൽ ഒരു വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ടുള്ള തടസ്സമായിട്ട് നിന്നിരുന്നത് ഈ ഓണേഴ്സ് മുഴുവൻ ഭയങ്കര കൺട്രോൾ ഫ്രീക്സ് ആയിട്ട് അവർക്ക് സ്വന്തം ഇതിലുള്ള കൺട്രോൾ ഇങ്ങനെ വിട്ടുകൊടുക്കുക, ഡെലിഗേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ടൊരു മടി ഉണ്ടാവും. കാരണം ഞാനില്ലേക്കുണ്ട് എന്നുള്ള മറ്റുള്ള പൊതുവെ ചിന്ത, ആരെയും കുറ്റം പറയില്ല, പക്ഷെ അങ്ങനെയാണ് അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് വന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം അന്ന് തന്നെ അന്ന് 2 സ്റ്റോറൊക്കെ ഉള്ളൂ. 2ാമത്തെ സ്റ്റോർ തുടങ്ങുന്ന സമയത്ത് തലശ്ശേരി 3ാമത്തെ സ്റ്റോർ തലശ്ശേരി സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന അന്ന് മുതൽ ആ ഒരു ഇതിലാണ് ഞാൻ ആദ്യം അവിടെ നിന്നാണ് എൻ്റെ അസോസിയേഷൻ തുടങ്ങുന്നത്. അതാണ് ആദ്യം ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത പ്രോജക്റ്റ്. ആൻഡ് ഓഫ് കോഴ്സ് പാലക്കാട് സൈമൾട്ടേനിയസ്ലി സ്റ്റോറല്ല, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഒരു കൺസൾട്ടിങ് അല്ലെങ്കിൽ ഒരു അഡ്വൈസറി സർവീസ് തുടങ്ങുന്നത്. അപ്പം അന്ന് തന്നെ അവക്കയിൽ ഞാൻ ശ്രദ്ധിച്ചത് ഓരോ ബിസിനസ്സിൻ്റെ ഫങ്ഷണൽ ഏരിയാസിനും ആ ഡൊമൈനിൽ നോളജും എക്സ്പെർട്ടീസും ഉള്ള ആൾക്കാരെ ഓൺ ബോർഡ് ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. അങ്ങനെയാണ് മൂപ്പരൊരു
ആ ആ ടാലൻറ്റിനെ ഒരു പ്രൊഫഷണലിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ എങ്ങനെ നമ്മളെ കൂട്ടത്തിൽ ചേർക്കുക, അവരൊപ്പം ഗ്രോ ചെയ്യുക എന്നുള്ള ഒരു സ്വഭാവം ഉപരാന്ന് തന്നെ പുലർത്തിയിരുന്നു. സാറ് പറഞ്ഞ പോലെ ഓണർ ഡ്രിവൺ ബിസിനസ്സുകളിൽ ഇങ്ങനൊരു അപ്രോച്ച് സാധാരണ ഉണ്ടാവാറില്ലല്ലോ. പൊതുവേ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പോൾ കാലമൊക്കെ മാറിയിട്ടാ. അന്നത്തെ ഒരു പീരീഡാണ് ഞാൻ പറഞ്ഞത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ഒരു 90s. ഇതിപ്പോൾ ഒരു 2000 ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ആ സമയത്താണ് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വിഷനുള്ളൊരു കേരളത്തിലെ ഒരു ടിപ്പിക്കൽ നാട്ടും പുറത്തുനിന്ന് വന്നുള്ള ഒരു എൻ്റർപ്രണറിൽ കാണുന്നത്. അന്നത്തെ ആ 3 സ്റ്റോറുകളിൽ നിന്ന് ഇന്നിപ്പോൾ 324 പരം സ്റ്റോറുകളിൽ എത്തി നിൽക്കുകയാണ്. 324 പോയി തോന്നുന്നു. ഇപ്പോൾ 400+ ആയി. ഇപ്പം ഇന്നലെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. 400+ ആയിട്ടില്ല. അതിൻ്റെ കൂടെ മലബാർ ഗ്രൂപ്പ്, മലബാർ അരിപ്പസ് വന്നു, പിന്നെ ഈ ഹംഡിജിറ്റൽ ഡോട്ട് ഇത്തരം മാറ്റങ്ങളൊക്കെ വരുന്നതിൽ നിന്ന് മലബാറിൽ ഞങ്ങളെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ആസ് എ നോർമൽ കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ എന്നുള്ളതിൽ ആദ്യം മലബാറിൻ്റെ ലോഗോ ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡിൽ ഒരു പ്രത്യേക ഷേപ്പിൽ ഉള്ള ലോഗോ ആയിരുന്നു. അതിൽ നിന്ന് ഈ ഒരു പർപ്പിൾ അതുപോലെ ബൗണ്ടറി എന്നുള്ള ആ ഒരു കൺസെപ്റ്റോട്ട് സാറായിരിക്കും എത്തിച്ചിട്ടുണ്ടാവുന്ന വിശ്വസിക്കുക. എന്തായാലും ഇത് പറയുന്നത് ഇഷ്ടം എത്തിച്ചത് ഓഫ് കോഴ്സ് അതിനുള്ളൊരു ഒരു ഇൻസ്പിറേഷനും ഒരു ലീഡും കൊടുത്തത് ഞാൻ തന്നെയാണ്. കാരണം അന്ന് ഞാൻ ഐ ഹാവ് ബിൻ ഡൂയിങ് ലോട്ട് ഓഫ് സ്ട്രാറ്റജൈസിങ് ഫോർ മലബാർ. അപ്പോൾ ആ സമയത്ത് ഈ ബ്രാൻഡ് ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. സൗത്ത് ഇന്ത്യയിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, ആന്ധ്ര, അങ്ങനെ രീതിയിൽ അവരൊരു ജോഗ്രഫിക്കൽ പ്രസൻസ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പീരീഡാണ്. അപ്പോൾ എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയാ. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രോത്തിൻ്റെ ഒരു വളർച്ചയുടെ പാതയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് കയറിക്കൊണ്ടിരിക്കുന്ന പീരീഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹയർ വിഷൻ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമുക്കൊരു വാസ്തവത്തിൽ പഴയ ലോഗോന് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വാസ്തവത്തിൽ ഒരു കുഴപ്പമില്ല. പഴയ ഒരു ഗ്രീൻ, എത്ര പേർക്ക് അത് ഓർമ്മ ഉണ്ടാവും എന്നറിയില്ല. ഒരു ഇങ്ങനെ ആയിട്ടൊരു മലബാർ ഗോൾഡ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയാണെന്ന് മലബാറിൻ്റെ. അതിന് വിഷ്വലി അല്ലെങ്കിൽ വിസിബിലിറ്റി ആ ലെവലിലൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ചോദിക്കുന്ന പിന്നെ എന്തിനാ ചേഞ്ച് ചെയ്യേണ്ടത്? അപ്പം ഞാൻ എന്തൊരു കാര്യം ആർക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒബ്ജക്റ്റീവ്, ആ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് റെക്കമെൻഡേഷനായാലും കൊടുക്കാറുള്ളൂ. അപ്പോൾ ആലോചിച്ച് നമ്മൾ ഞാൻ കാഷ്വലി ഇതേമാതിരി അന്നൊക്കെ എങ്ങനെ വെച്ചാൽ അന്ന് ഇത്ര വലിയ കോർപ്പറേറ്റ് സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ. അക്രോസ് ദ ടേബിൾ ഞാനും ആകുമ്പോഴേക്കായിരിക്കും അല്ലേ, പിന്നെ അക്ഷരവല 2-3 പേരുണ്ടാവും, ആജിക്കുണ്ടാവും ചിലപ്പോൾ. ഒരു ചെറിയ ക്ലോസ് സർക്യൂട്ട് മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു നോക്ക്, വേണമെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ചേഞ്ച് പോവാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇതല്ലേ ഞാൻ ചോദിച്ചത്, എന്താ അതിന് കുഴപ്പമെന്നാണല്ലോ ഇമീഡിയറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഉത്തരം തന്നെ യാതൊരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ നമ്മളെ ഈ ഐഡൻറ്റിറ്റിക്ക് വാസ്തവത്തിൽ ഒരു കുഴപ്പമില്ല. പവർഫുള്ളാണ്, സ്ട്രോങ് ആണ്, ഫെമിലിയർ ആണ്, നമ്മൾ നിലവിലുള്ള മാർക്കറ്റിൽ കമ്മ്യൂണിക്കേറ്റീവാണ്, എവിടെ വെച്ചാലും ആൾക്കാർക്ക് കാണാം, പിന്നെ ഡിസ്റ്റിങ്ക്റ്റും ആണ് ഒരു സാധാരണ രീതിയിൽ. അപ്പോൾ ഇത് എന്താണ് അതിൻ്റെ എന്താ ഇപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെന്തിനാ നമ്മളിത് മാറ്റണമെന്ന് വെച്ചു. അപ്പോൾ നമ്മളെ ഈ ഓഫീസിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇതിനെങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ കുഴപ്പമില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ ഒന്നുകൂടി അഷുറായിട്ടിരിക്കും എന്ന് വെച്ച് പോവാം. പക്ഷെ നമ്മൾ ഓരോ ദിവസവും ഓരോ പുതിയ മാർക്കറ്റിലേക്ക് പോവുക. പുതിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ
വലിയ വലിയ മാർക്കറ്റുകൾക്ക് പോവുക. നമ്മളെ കേരളത്തിനേക്കാൾ 2 ഇരട്ടി 3 ഇരട്ടിയാണ് ഒറ്റ സിറ്റിയുടെ മാർക്കറ്റ് സൈസ് പുറത്ത്. അപ്പോൾ അങ്ങനത്തെ പുതിയ പുതിയ മാർക്കറ്റുകൾക്ക് പിന്നെ ഓഫ് കോഴ്സ് അത് ദുബായ് തുടങ്ങണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ദുബായ് തുടങ്ങിയിരിക്കണം. ദുബായിൽ ഗോൾഡ് സൂക്കിൽ ചെറിയ സ്റ്റോറും ഹോൾസെയിൽ ഡിവിഷനൊക്കെ തുടങ്ങിയിരിക്കുന്നത്. പിന്നെയാണ് കരാമ തുടക്കമല്ല. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു പുതിയ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പഴയ ലോഗോ അവർക്ക് പുതിയതാണ്. നമുക്ക് ഭയങ്കര പോപ്പുലറും ഫെമിലിയറും ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ട മനസ്സിലാവുകയൊക്കെ ചെയ്യുന്ന സാധനമാണ്. പക്ഷെ പുതിയൊരു ഓഡിയൻസിന് അതൊരു പുതിയ സാധനം. അപ്പോൾ ആ പുതിയ സാധനം ഇപ്പോഴത്തെ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഓവർ കമ്മ്യൂണിക്കേറ്റഡ് ആണ് സൊസൈറ്റി. കാരണം നമ്മൾ ഓരോ ദിവസവും ഒരു 100,000 വിഷ്വൽ എലിമെൻറ്റുകളും ഇതൊക്കെയാണ് ഓരോ ദിവസവും മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ മൈൻഡ് സ്പേസിൽ ഇതിനെ സ്റ്റോർ ചെയ്യാനൊരു സ്പേസ് കിട്ടാത്തൊരു ഇഷ്യൂ വരും. കാരണം ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരിക്കലും ഇന്റർഫിയർ ചെയ്യുന്ന സോറി കാണാം. ആ ഒരു കാലഘട്ടം ഈ ഒരു മിഡിപ്രാറ്റിംഗ് എന്നുള്ള ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ എന്താ സോഷ്യൽ മീഡിയ ടി വി സി അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സോഷ്യൽ മീഡിയ തുറന്നത്. ഓർക്കൂട്ടൊക്കെ വരുന്ന സമയം അപ്പോൾ അത്തരം ആ ഒരു കാലം ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ ലഭ്യമാണ് എല്ലാ സമയവും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്ത് വരാനുള്ളൊരു കാരണമാണ് ഇൻഫർമേഷൻ ഓവറബിളായി. മീഡിയയുടെ പ്രൊലിഫറേഷൻ ഇത്ര ഉണ്ടായിട്ടില്ല. പക്ഷെ നിലവിലുള്ള മീഡിയ മുഴുവൻ ക്രൗഡഡാണ്. ഔട്ട്ഡോർ ആയാലും പ്രിൻ്റ് ആയാലും ടെലിവിഷൻ ആയാലും ഫോർഗെറ്റ് അബൌട്ട് മീഡിയ. മൊത്തം നമ്മൾ ജീവിക്കുന്ന പരിസരം അമിത സംവേദനം എന്ന് പറയും നമ്മൾ. കാരണം നമ്മൾ രാവിലെ റേഡിയോ തുറന്നാൽ എന്തെങ്കിലും കേൾക്കും, പേപ്പർ തുടങ്ങിയ കുറേ സാധനങ്ങൾ കാണും, ടി വിയിൽ കുറേ സാധനങ്ങൾ കാണും, ആഫീസിൽ പോയ കുറേ സാധനങ്ങൾ കാണും. അപ്പോൾ ഒരുപാട് ഈ വിഷ്വൽ ക്ലൂസും സാധനങ്ങളൊക്കെ ആയിട്ട് പരസ്യങ്ങളായിട്ടും ന്യൂസായിട്ടും അതായിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ശരിക്കൊരു ഓവർ കമ്മ്യൂണിക്കേറ്റഡ് എൻവയൺമെൻറ്റ് അന്നുണ്ട്. പക്ഷെ അന്ന് അതുണ്ട് എന്നുള്ളൊരു ഒറ്റ റീസൺ അല്ല. പക്ഷെ നമ്മൾ പുതിയ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അതിങ്ങനെ ദിനംപ്രതി ഇങ്ങനെ ഈ കാലത്തിനൊപ്പം അതിങ്ങനെ ഓരോ പുതിയ സ്ഥലത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു മാർക്കറ്റിൽ നമ്മൾ ഈ പഴയ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പോപ്പുലറൈസ് ചെയ്യാൻ ചിലവാക്കേണ്ട തുക ഭയങ്കര ബജറ്ററി കൺസേൺസ് അല്ല, ബജറ്ററി റീസൺ ഭയങ്കര. കാരണം ഇവിടെ നമുക്ക് കേരളത്തിൽ ചിലവാക്കിയതിൻ്റെ ഒരു 10 ഇരട്ടി ചിലവാക്കണം ഈ സാധനത്തിന് ഇതേ ലെവലിൽ മറ്റോരോ മൈൻഡ് സ്പേസിലേക്ക് എത്തിക്കണമെങ്കിൽ. അപ്പോൾ അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി ഈസിലി ആൾക്കാർക്ക് കോംപ്രിഹെൻസിബിൾ ആവുന്നു, മനസ്സിലാവുന്നു, പെട്ടെന്ന് ഡിസ്ട്രിക്റ്റായിട്ട് തോന്നുന്നതായിട്ട് സിംപ്ലിഫൈ ചെയ്ത് അതേസമയം എല്ലാ മാർക്കറ്റിലേക്ക് അപ്പീലാവുന്ന രീതിയിൽ ഒരു സാധനം ചെയ്യാം. ഇപ്പോൾ ചില പർട്ടിക്കുലർ ഇവിടെ ഇതിലെ അഡ്വർടൈസിങ് ഡിസൈനിലൊക്കെ ഉള്ളതൊക്കെ ചില പാറ്റേൺസ് ഒക്കെ ചില മാർക്കറ്റിൽ ചിലപ്പോൾ ഓടിക്കൊള്ളുന്നില്ല. അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഫോമിലേക്ക് ഇതിൻ്റെ ഐഡൻറ്റിറ്റി മാറ്റുക എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്ത് അവരെ ബോർഡിൽ സംസാരിച്ചത്. ഓക്കെ, നമുക്ക് ആ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ചേഞ്ച് പോവാം എന്നുള്ളത് ഇനതാണ്. അപ്പോൾ ഇത് ആര് ചെയ്യണം എന്നായി പിന്നെ അടുത്ത ചോദ്യം. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ബ്രാൻഡ് ഡിസൈനറും കൂടിയാണ്. അപ്പോൾ നിങ്ങളത് ചെയ്തോളി എന്ന് പറയണത് ഞാൻ പറയാം, അത് വേണ്ട. കാരണം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനൊരു PR വാല്യൂ ഇല്ല. പക്ഷേ നമ്മളെക്കാളും വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയെ കൊണ്ട് ജീവിച്ചാൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ആ ഒരു ഇക്വിറ്റി റേഷ്യോ ഭയങ്കരമായിട്ട് മാറും. അപ്പോൾ നമുക്കത് പിന്നെ എന്താ ഒരു ഗുണം വെച്ചാൽ എന്ത് സാധനം ഒരു പോയിന്റ് കണ്ട ഒപ്പരാണ്ട് കയറി പിടിക്കും. അപ്പോൾ അതൊരു പോയിന്റ് ഉണ്ട്. അപ്പം ഒരു ആരാ നല്ലത് വെച്ചാൽ ബ്രാൻഡ് യൂണിയൻ എന്നുള്ള കമ്പനി ഉണ്ട്. ഈ ബ്രാൻഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ എക്സ്പ്രസ്, കൊക്കക്കോള, അതിപ്പോൾ നമ്മൾ കാണുന്ന ഒരുമാതിരി ബിഗ് മൾട്ടിനാഷണൽ ഗ്ലോബൽ ബ്രാൻഡ്സുകൾക്കൊക്കെ
ബ്രാൻഡ് ഡിസൈൻ ഐഡൻറ്റിറ്റി പ്രോഗ്രാം ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ആ ഒരു കമ്പനീനാണ് കോഴിക്കോട്ട് ഒരു ചെറിയ 500 സ്ക്വയർ ഫീറ്റ് ഓഫീസിൽ ഇരുന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നുള്ള പറഞ്ഞ് ഇതായ കമ്പനി ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളന്ന് ലെറ്റർ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ഈ അതിന് കിട്ടുമെന്നൊരു വാല്യൂ അഡീഷൻ്റെ പോയിന്റ്സ് കൂടി പറഞ്ഞ് മൂപ്പര് എന്നാൽ ശരി അവരെന്നെ. അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും വേറൊരു ബഡ്ജറ്ററി കൺസേൺ കൂടി ഉണ്ടാവും. ബഡ്ജറ്ററി കൺസേൺസ് വാസബിൾ ഉണ്ടായത് കാരണം ഭയങ്കര എക്സ്പെൻസീവ്. അത് ബോർഡ് പെട്ടെന്ന് പോയ അത് അവിടെയാണ് ഒരു ഒരു ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പവർ. ഞാൻ എപ്പോഴും ഈ ഓഫ് ദ സബ്ജക്റ്റ് ആണ് കുറച്ച് എന്തായാലും പറയാം. ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും കുറച്ചൊക്കെ ഒരു ഏകാധിപത്യപരമായിരിക്കണം. ജനാധിപത്യം കച്ചവടത്തിൽ അധികം വർക്ക് ചെയ്യാത്തൊരു ഐഡിയോളജി. നമ്മൾ ബോർഡിൽ അഭിപ്രായങ്ങളും മറ്റൊക്കെ സ്വരൂപിക്കാം, പക്ഷെ ഒരു അൾട്ടിമേറ്റ് ഡിസിഷനില്ലേ, ആ ഡിസിഷൻ ഒരൊറ്റ ഇൻഡിവിജ്വൽ അയാൾക്ക് റെസ്പോൺസിബിലിറ്റി. അത് പൊളിഞ്ഞു രക്ഷപ്പെട്ടു. പക്ഷെ ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു എന്ന് ഒരാൾ ടോപ്പ് ലെവലിൽ ഒരാൾ തീരുമാനിച്ചാൽ ആ തീരുമാനിച്ചാലാണ് മുന്നോട്ട് പോകും. അപ്പം പിന്നെ എന്താ അറിയോ, ഉത്തരവാദിത്തങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ട് വീഴും. പിന്നെ അത് നടപ്പിലാക്കി വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം മുഴുവൻ. ഇതൊരു ഗുണം കിട്ടിയ ഒരു കോമൺ എഫോർട്ട് എന്തെങ്കിലും പ്രശ്നം തന്നെ റിലീജിയൻ ഇഷ്യൂ വെക്കുന്നില്ല. ആ ഒരു അന്നത്തെ ലെവലിൽ സത്യം പറഞ്ഞാൽ ഇതൊരു ക്ലാസിഫൈഡ് ഇൻഫർമേഷനാണ്. പക്ഷെ ഇതിപ്പോൾ അത് പുറന്ന് പറയാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അന്ന് നമ്മൾ ആ ഒരു പരിപാടിക്ക് ചിലവാക്കിയത് 2.5 കോടി രൂപ. ലോഗോ ഐഡന്റിറ്റി എന്താ അപ്പം അതിൽ ചെയ്യാനുള്ളത് വയ്ക്കൂ. ഒരു വട്ടം വരച്ച് അതിൻ്റെ ഉള്ളിൽ എമ്പ് വരച്ച്. ഇതിപ്പോൾ ഞാനായാലും വരയ്ക്കുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ അവർ നടത്തിയിട്ടുള്ള കുറേ റിസർച്ചുകളും അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഫോർമേഷനിൽ എത്തുന്നതും അതിൻ്റെ കളർ സ്കീം സെറ്റ് ചെയ്യുന്നതും ആ സംഭവം 2013 നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. 2012 സമയത്താണത്. ഒരു സാധനത്തിൻ്റെയും നമ്മൾ എടുക്കാൻ പോകുന്നൊരു ഡിസിഷൻ, എടുക്കുന്നൊരു ഡിസിഷൻ്റെ ഭാവി എന്തായിരിക്കും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. ഇതിങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയൊക്കെ ആവാം, ചിലപ്പോൾ ആവാതിരിക്കാം. അതേമാതിരി തന്നെ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുക വെച്ചാൽ ആ ഒരു തീരുമാനം എടുത്താൽ പിന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതിലാണ് അതിൻ്റെ എല്ലാ എനർജി എടുത്തിട്ട് ആൾക്കാർ ഇറങ്ങും. അപ്പോൾ അതാണ് നടക്കും. നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള നമ്മൾ എന്ത് സാധനം എടുത്താലും ഉണ്ടാവും. എന്ത് ഡിസിഷൻ എടുത്താലും എന്ത് നമ്മൾ ചെയ്താലും 100% എന്താ പറയുക, എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്ന ഒരു പരിപാടി ഇല്ല. അല്ലാതെ ഓരോ കമ്പനിയുടെയും ഓരോ ഒബ്ജക്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞതേ. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ സ്ട്രാറ്റജിക്കൽ എന്ത് തീരുമാനം എടുക്കണമെങ്കിൽ എന്ത് തീരുമാനം എടുക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മളത് ചെയ്യണം എന്നുള്ള സംഗതി, അതിൻ്റെ ഉദ്ദേശം നമ്മൾ കൃത്യമായിട്ട് നിർവചിക്കണം. ഇപ്പോൾ വേറെ കമ്പനീൻ്റെ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. അപ്പം മലബാറിൽ എന്ന് വെച്ചാൽ ഇതായിരുന്നു നമ്മൾ അതിന് ഡിഫൈൻ ചെയ്യുന്നുള്ള ഉദ്ദേശം. നമ്മൾ പുറത്തേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടും ആൾക്കാർക്ക് ഇമീഡിയറ്റ്ലി രജിസ്റ്റർ ചെയ്യാവുന്ന രീതിയിൽ ഒരു യൂണിവേഴ്സൽ സ്വഭാവമുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം എന്നായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്ത ഒബ്ജക്റ്റീവ്. അതിൽ ഏറ്റവും അധികം തമാശ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഗോൾഡൻ ഡയമണ്ട്സ് എന്നുള്ളൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ ബ്രാൻഡ് യൂണിയൻ്റെ ദുബായ് ഓഫീസിൽ ഞാൻ ഓഫ്കോഴ്സ് അവർക്കുണ്ട്, പിന്നെ അവിടുത്തെ സായിപ്പന്മാരുടെ ടീം, സ്ട്രാറ്റജി ടീം എല്ലാം കൂടി ഒരു ദിവസം മുഴുവനെ എന്താ പറയുക ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വാസ്തവത്തിൽ പ്രകടിപ്പിച്ചില്ല. ഞാൻ നമുക്ക് ഞാൻ ഗോൾഡ് വേണ്ട, മലബാർ ജ്വല്ലേഴ്സ് എന്നാക്കാം. എന്നാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും പ്രശ്നമില്ലല്ലോ. ബ്രാൻഡ് യൂണിയൻ പറഞ്ഞു നിങ്ങൾ വെറും മലബാർ എന്ന് മാത്രം മതി. അതിന് സമയമായിട്ടില്ല. പക്ഷെ ഇത് നിങ്ങൾ എന്ത് എഴുതി വെച്ചാലും ഫ്യൂച്ചറിൽ ആൾക്കാർ തന്നെ മലബാറിനെ പറയുള്ളൂ. അതുകൊണ്ട് നമ്മളത് അടിയിൽ എന്ത് കിടക്കുന്ന ഒരു സംഭവമായിട്ട് ഇപ്പം കാണണ്ട. കാരണം ഇപ്പം നമ്മളെ എന്താണ് നമ്മളെ കച്ചവടം എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ബ്രാൻഡിന് നല്ലത്.
അതുകൊണ്ട് നമുക്ക് ജ്വല്ലേഴ്സ് എന്ന് വെക്കാമെന്നായിരുന്നു ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അവയൊക്കെയാണ് ഗോൾഡൻ ഡയമണ്ട്സ് ആക്കിക്കൂടെ. ആ ആ ഗോൾഡ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് ഗോൾഡ് അപ്പോൾ ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു നമ്മളെ കുട്ടിയോട് ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഒരു സുപ്രഭാതത്തിൽ ഞാൻ എന്നെ പറയുന്ന ഒരു തലയരച്ചാൾ പറഞ്ഞാൽ ഗോൾഡ് നിങ്ങൾ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഏതൊരു മുതലാളിക്കുമല്ലോ. അവർക്ക് അത് ഗോൾഡ് ഒഴിവാക്കണോ? അപ്പോൾ മൂപ്പര് പിന്നെ അപ്പോൾ മൂപ്പര് അതാണ് വേറെ മൂപ്പരൊരു വിഷന്റെ സംഭവം. മൂപ്പര് അപ്പോൾ അവിടെ ഓഫീസിൽ നിന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത ലെവല് നമ്മളെ ഒരു കാറ്റഗറി ഇൻ ഗ്രോത്ത് വരുന്നൊരു സാധനം ഡയമണ്ട് ആയിരിക്കും ഫ്യൂച്ചറിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്താ നമ്മളെ കച്ചവടം ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ നല്ലതല്ലേ, അതുകൊണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് ആയിക്കോട്ടെ. അപ്പോൾ അത് അവർക്ക് പറ്റില്ല, സായിപ്പന്മാർക്ക്. അവസാനം അങ്ങനെ ചർച്ച ചെയ്ത് അവസാനം അത് തീരുമാനമാക്കി. ഇപ്പം എന്താ വെച്ചാൽ ഏത് ആരും വീഡിയോ തുടങ്ങിയാലും ഗോൾഡൻ ഡയമണ്ട്സ് ആയി. അതുമാതിരത്തെ ഒരു കളർ വയ്ക്കുക, ഒരു വട്ടം വരയ്ക്കുക, ഗോൾഡൻ ഡയമണ്ട്സ് ചെയ്ത്. അപ്പോൾ ഒരു ഫോർമുല സക്സസ് ആയാൽ അത് പിന്നെ നാച്ചുറലി അത് പലരും എടുക്കും. അത് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളൊരു ഉടമസ്ഥാവകാശം വെച്ച് പുലർത്തുന്നതിൽ വലിയ ബുദ്ധിയൊന്നുമില്ല അല്ലേ. സാർ തുടങ്ങിയത് പ്രിന്റ് മീഡിയയിലാണ്. പ്രിന്റ് മീഡിയ ബാക്ക് എൻഡ് വർക്കുകളിൽ തുടങ്ങി കേട്ടിട്ടുണ്ട്. ലാപ്ടോം അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം BBC-ലോട്ട് വന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൂടെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. എന്താണ് അഡ്വർടൈസ്മെന്റ് മേഖലയിൽ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് മേഖല ഭാവിയാണ്? ഭാവിക്കുന്നതിന് വേണ്ടി തകരാറൊന്നും പറ്റില്ല. പക്ഷേ നമ്മളെ നിലവിലുള്ള ഒരു പരസ്യക്കാരില്ല. ബാക്കി പരസ്യക്കാരുണ്ടെങ്കിൽ അവരെ ഡിസപ്ലോയ് അല്ല, എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിഷനെ ടാമ്പർ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ശീലിച്ചു പോകുന്ന ഒരു ട്രഡീഷണൽ ബിസിനസ് മോഡൽ ബിസിനസ് മോഡലിന്റെ എന്നുവെച്ച് അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രി ഡൈ ചെയ്ത് വെച്ച് മരിച്ചു വെച്ച് ആ ഇൻഡസ്ട്രി സ്ട്രോങ് ആയിട്ട് മോഡൽ ഏജൻസി മോഡൽ ഏജൻസി മോഡൽ. കാരണം പണ്ട് ഞാനൊക്കെ ഈ അഡ്വർടൈസിംഗ് വരുന്ന സമയത്ത് ഏജൻസികൾക്കായിരുന്നു കൺസൾട്ടിങ് കൊടുക്കും. സ്ട്രാറ്റജൈസിങ് പ്ലാനിങ് ഒക്കെ ഏജൻസികളായി. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ക്ലയന്റിന്റെ മാർക്കറ്റിംഗ് ടീം നമ്മളെക്കാൾ സ്ട്രോങ് ആയിട്ട് സ്ട്രാറ്റജൈസിംഗ് ആയി. അപ്പോൾ നമുക്ക് ഈ കൺസൾട്ടിങ്ങുകളോടുമായി പോയി നമ്മളോടും എന്താ പറയുക ഒരു തേർഡ് പാർട്ടി വെണ്ടറായി ഡിസൈൻ സർവീസ് വെണ്ടർ നമ്മൾ കൺസൾട്ടിംഗ് എന്ന് മാറിയ ഒരു വെണ്ടർ സ്റ്റാറ്റസ് ഏജൻസിയുടെ സ്വഭാവമാണ്. ഏജൻസികളിൽ മൊത്തത്തിൽ അവരുടെ മോഡൽ കുഴപ്പമില്ല, എങ്ങനെ കൂടുതൽ വാല്യൂ കൊടുക്കാൻ പറ്റും. കാരണം ഇപ്പൊ ഏജൻസികളുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ പരസ്യ ഏജൻസികളിൽ നിന്നല്ല, ഫ്രം ബിഗ് കൺസൾട്ടിംഗ് ഫേംസ്, അവരൊക്കെയാണ് ഇപ്പോ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടൻസി ഏജൻസി എന്താണ്. അപ്പോ നമ്മളൊരു വെണ്ടറായിട്ട് നിൽക്കുന്നോണ്ട് ദോഷമൊന്നുമില്ല. അതിലേക്ക് നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നേരത്തെ പഠിക്കുക. നമുക്ക് ഒരു പേഴ്സണലി സാറ്റിസ്ഫാക്ഷൻ വേണം, ഫൈനാൻഷ്യൽ സാറ്റിസ്ഫാക്ഷൻ. If your existing agency model as a third party vendor gives you both the satisfaction, it's okay, there is nothing wrong with the model. അതെല്ലാം നല്ല കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് ഏജൻസി സർവീസസിന്റെ സ്പെക്ട്രം എന്താക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യാം. ഇപ്പോ മോഡൽ മാറണം. സാറ് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു മൾട്ടി ഓപ്ഷണൽ സാധനങ്ങളായിട്ടാണ് എല്ലാ ഏജൻസികളും വർക്ക് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉണ്ടോ, മാർക്കറ്റിംഗ് ഉണ്ടോ, ബ്രാൻഡ് ഇന്റഗ്രേഷൻ, ഇതെല്ലാം ആർക്കും നീഷ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു നേരത്തെ പറഞ്ഞ ഇൻഫോർമേഷൻ ഓവർഫ്ലോ കൊണ്ട് തന്നെ. കാരണം ആളുകൾക്ക് കസ്റ്റമർ നമ്മൾ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിന് പല രീതിയിലുള്ള ഇൻപുട്സ് പല സ്ഥലത്തും കിട്ടുന്നുണ്ട്. അത്
ഇത് കളിക്കണം. ആ ഇൻപുട്സിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏജൻസികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ അവർ ഐഡിയോളജി കൂടി വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അവരെ നീഷിന് നിൽക്കുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് തോന്നുന്നില്ല ഇതിൽ. അപ്പോൾ തിരിച്ച് നീഷിലോട്ട് പോകേണ്ട ആവശ്യകതയുണ്ട്. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ അത് വെണ്ടർ സൈഡിൽ നിൽക്കണോ അതോ ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കണോ, അത് കൺസൾട്ടേഷൻ സൈഡിൽ നിൽക്കണോ എന്നുള്ളത് അത് നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത് നീഷ് ഒരു മോഡൽ സ്പേസ് ഇല്ലാതായി. പക്ഷെ എന്തായിരിക്കണം നീഷ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ. ഇപ്പൊ ഒരു കാലത്ത് എന്ന് വെച്ചാൽ ആദ്യം നമ്മളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഏജൻസി നീഷല്ല ജനറൽ ഒരു ബോക്കിംഗ് ഓഫ് സർവീസസ്. പിന്നെ അത് മാറിയിട്ട് സ്പെഷ്യലൈസ്ഡ് മാത്രം മീഡിയ മാത്രം തിരിച്ചും സൂപ്പർ മാർക്കറ്റ് ഫോർമാറ്റുകൾ മീഡിയ പോയ എല്ലാവരും. അപ്പൊ അതിന് കഴിഞ്ഞ അടുത്തൊരു നീഷിട്ടത് എന്തായാലും നീഷ് കണ്ടുപിടിച്ചാൽ ഇപ്പോഴും ആ സ്പേസോടെ കിടക്കും. നോട്ട് ഓൺലി ഏജൻസി ഏത് ബിസിനസ്സിലും നീഷ് പൊസിഷൻ റെലവൻസ് ഒന്ന് പോയി. ഇതിനൊക്കെ ചോദിച്ചതിലേക്ക് വേണമെങ്കിൽ ഫ്രീ അഡ്വൈസ് ഏജൻസിക്കാരുടെ നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങളെ ഒരു AI എംപവർ ഏജൻസി ഓഫ്കോഴ്സ് 6 മാസമൊക്കെ അത് വരും. അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ ആദ്യം ബാക്കിയെല്ലാം കൊടുവസം വീടൊക്കെ എപ്പോഴും മുസ്തഫ പറഞ്ഞ കാര്യത്തില് നേരത്തെ മുസ്തഫ പ്രത്യേകിച്ച് പറഞ്ഞു ചരിത്രമായതല്ല ചരിത്രമാക്കിയതാണ്. ആ ഒരു മലബാറിന്റെ കഥ പറയുമ്പോൾ ചരിത്രം ആക്കിയതിന് ഏറ്റവും കൂടുതൽ പങ്കുവച്ചിരിക്കാൻ ഒരു ക്യാമ്പയിനായിരുന്നു നമ്മുടെ ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള ക്യാമ്പയിൻ. അത് നമ്മുടെ ആ സമയങ്ങളിൽ ഇത്ര സമയത്തിന്റെ അകത്ത് പല ബ്രാൻഡുകളും അത്തരത്തിലുള്ള മൾട്ടി സ്റ്റാർ കൊമേഴ്ഷ്യൽ ലെവലിലോട്ടുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും തുടക്കത്തിൽ അത് മാത്രമായിട്ട് ആ ലെവലിൽ സിനിമ കണ്ട പോലുള്ള കൊമേഴ്ഷ്യൽസ് ആയിരുന്നു എല്ലാം വന്നില്ല. കാരണം ഓരോ സ്ഥലത്തെയും സൂപ്പർ സ്റ്റാർസ് ആയിരുന്നു ഓരോരുത്തരും. ഈ ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള ക്യാമ്പയിന് കുറച്ച് 2 ചോദ്യങ്ങളുണ്ട്. ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള ക്യാമ്പയിൻ ഐഡിയ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും നേരത്തെ സാറ് പറഞ്ഞ പോലെ പല ഏരിയയിലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗത്തായിരിക്കും. പക്ഷെ അതിന്റെ കൂടെ തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പല സ്ഥലങ്ങളിലെ കല്യാണമാണ് ഇതിന്റെ വിഷയം. അപ്പൊ ആ കല്യാണങ്ങളിൽ ഓരോ സ്ഥലത്തെയും ഒരു മതത്തിന്റെ ബേസിസിലായിരിക്കാം, സംസ്കാരത്തെ ബേസിസിലായിരിക്കാം. അതിന്റെ ആ ഒരു ഇപ്പോ ഇസ്ലാം കല്യാണമാണെങ്കിൽ അതിലുള്ള കാവ്യെ ഒറിജിനലായിട്ട് ബേസ് ചെയ്യാം. ഹിന്ദു ആണെങ്കിൽ അതിൽ പൂജാരിയെ കുറച്ച് റിയൽ ലൈഫ് പൂജാരിയെ കൊണ്ടുവരാന്നുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടതല്ല. എന്തുകൊണ്ടായിരുന്നു ഈ ഒരു അപ്രോച്ച് എടുത്തത്? അതിന്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണോ അതോ വേറെ എന്തെങ്കിലും കാരണങ്ങളോ? ഒറിജിനാലിറ്റി ഒക്കെ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ് വളരെ എന്തുകൊണ്ട് റൈറ്റ്സ് ഇത് നമ്മൾ ഈ പമ്പത്തിന്റെ കച്ചവടത്തിലാണ് സ്വർണത്തിന്റെ പരിപാടി പിന്നെ അപ്പൊ ഇതിന്റെ ആ സമയത്ത് ഇപ്പോഴും ആ സമയത്ത് ഡോമിനന്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞ വെഡിങ് say 80% കല്യാണം റിലേറ്റഡായി പർച്ചേസ്. പക്ഷെ അന്ന് ആരും അത് ഓഫ്കോഴ്സ് പ്ലാൻസ് ഇതിലെല്ലാം കാണിക്കും, അതൊക്കെ എല്ലാവരും കാണിക്കും. മൊത്തത്തില് പ്രത്യേകിച്ച് ഡിഫറൻസിയേഷൻ ആർക്കില്ല. അപ്പൊ ആ സമയത്ത് അന്ന് നമുക്ക് സ്റ്റോറൊന്നും ഐഡിയ ഫസ്റ്റ് ഈ റെക്കമെൻഡേഷൻസ് ഇരുന്നിട്ട് അല്ലാതെ വലിയ പവർ പോയിന്റ് കാണിച്ചിട്ട് അതിന്റെ ഇതൊക്കെ കാഷ്വലി പറയാം. നമുക്ക് ഇതൊരു നമ്മളാണ് ബ്രൈഡൽ ജ്വല്ലറിയുടെ നമ്പർ പൊസിഷൻ എസ്റ്റാബ്ലിഷ് ഇതാ ഏറ്റവും മാർക്കറ്റ് ക്വാണ്ടിറ്റി വെഡിങ്ങുകളിലേക്ക് പർച്ചേസ് ആയി. നമ്പർ 1 ബ്രൈഡൽ ജ്വല്ലറി
എന്നോടൊപ്പം നമുക്ക് പറയാൻ പറ്റും ഇൻ ടേംസ് ഓഫ് വോളിയം. പക്ഷെ നമുക്കൊരു കാര്യം പറയാം, ഏറ്റവും നല്ല പ്രൈവറ്റ് ഓതന്റിക് ആയിട്ടുള്ള കല്യാണ മണ്ഡപത്തുള്ള വീട് നമ്മളാണെന്നുള്ള പൊസിഷൻ എടുക്കുക. കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1-2 ഫാമിലികളുടെ ഇത് എല്ലാ ഭയങ്കരമായിട്ട് ബന്ധങ്ങളുടെ ഒരു സെലിബ്രേഷൻ. ഓഫ് കോഴ്സ് അതിൻ്റെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഭയങ്കരമായിട്ട് കൾച്ചറൽ ഡയമെൻഷൻ ഭയങ്കര സെലിബ്രേഷൻ ഡയമെൻഷൻ നോക്കും. എല്ലാവരും കല്യാണം നമുക്കൊരു പണിയാണ്. നമ്മൾ ഓതന്റിക് ആയിട്ടുള്ള വിവിധ സ്ഥലത്ത് വിവിധ സമൂഹത്തിൽ നടക്കുന്ന ശരിക്കുള്ള കല്യാണങ്ങളുടെ അതിൻ്റെ രീതികൾ, റിച്വൽസ്, ഇതൊക്കെ നമുക്ക് റിവൈവ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നമ്മളെ പ്രോഡക്റ്റ് ഷോക്കേസ് അപ്പൊ അതിനെ ആ കൾച്ചർ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോഡക്റ്റ് അങ്ങനെ പൊസിഷൻ ചെയ്താൽ നമ്മൾ ഓതന്റിക് ആയിട്ടുള്ള ബ്രൈഡൽ ജ്വല്ലറി. അതായത് ഓരോ സംസ്കാരത്തിലും അല്ലെങ്കിൽ ഓരോ പ്രവിശ്യയിലും ഉണ്ടായിരുന്ന പഴയ സാധനങ്ങൾ അപ്പോൾ നമ്മൾ പുതിയ ബ്രാൻഡ് ഈ കാറ്റഗറി ജ്വല്ലറി കാറ്റഗറിയിൽ നമുക്ക് അങ്ങനെ ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റും. കാരണം ജ്വല്ലറി ഇൻഡസ്ട്രി ഇന്ത്യയിൽ പൊതുവെ 100 കൊല്ലം 200 കൊല്ലമൊക്കെ ചരിത്രമുള്ള ബ്രാൻഡുകളാണ്. സൈസിലല്ല, അതിൻ്റെ ട്രസ്റ്റ്. ഇപ്പൊ ബാംഗ്ലൂരിൽ കൃഷ്ണയച്ചട്ടി ഭീമ ഓരോ സ്ഥലത്തും ഒരു ട്രഡീഷണൽ ഫാമിലി ജ്വല്ലറി. അയാൾക്ക് നമ്മളത് ഇനി മലബാറുമായിട്ട് ഷോപ്പിലെ കുളൂസൊന്നും ഉണ്ടാവില്ല, അതല്ല. പക്ഷെ ട്രസ്റ്റ് ഓതന്റിസിറ്റി ഭയങ്കരമായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓതന്റിക് ആവുന്നു, അതിന് നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ്. അപ്പൊ നമുക്ക് നിങ്ങളുടെ സംസ്കാരം നിങ്ങൾക്ക് അറിയാം എന്ന് നാട്ടുകാരോട് പറയുന്ന പരിപാടികൾ അതൊക്കെ. അപ്പൊ അതാണ് അതിന്റെ. അതുകൊണ്ട് തന്നെയാണോ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞത് ഞാനൊരു എളുപ്പപ്പണി എടുത്താണ്. കാരണം നമുക്ക് ഇപ്പൊ ഈ ഓരോ ആൾക്കാരുടെ ടീം ഓരോ സ്ഥലത്തൊക്കെ പണ്ട് വെഡിങ്, മറ്റേ ഗോരി വെഡിങ്, മറ്റേ ദലിത്, പിന്നെ റിച്വൽസ്, അതിന്റെ സ്വഭാവം, രീതികൾ, ചടങ്ങുകളൊക്കെ നമ്മളെ കയ്യിൽ. പക്ഷെ ഇത് നമുക്ക് ഒരു മോഡലിനെ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് പെർഫോം ചെയ്യിക്കുക പറഞ്ഞാൽ അതൊക്കെ ഈ പണി അറിയണം, ഈ റിച്വൽ അറിയണം, അല്ലെങ്കിൽ പാടിപ്പോകും. ഇതിന്റെ പൊസിഷൻ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും. ഓതന്റിക് ആകുമ്പോൾ അതൊക്കെ നോക്കണം. ഏതങ്ങനെ വെക്കണം, അങ്ങനത്തെ മറ്റേത് അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഏറ്റവും എളുപ്പപ്പണി ഓരോ അതിലായിട്ട് കറക്റ്റായിട്ടുള്ള ഈ കർമ്മം ചെയ്യണവരോട് വിളിക്കുക. അവരെ വിളിച്ചിട്ട് അവരോടൊന്ന് നടത്തിക്കൊടുത്തത്. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മിസ്സാവില്ല. ഇല്ല, നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമ്മൾ അവരെ കുറിച്ച് അവതരിപ്പിക്കാനൊന്നും പോകരുത്. അവരെ വെച്ച് പെർഫോം ചെയ്യാം. നമ്മളതിനെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ട ഷൂട്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ അങ്ങനെ ചെയ്തോണ്ടൊക്കെ വിളിച്ചത് ഭയങ്കര ഓതന്റിക് ആയി. കാരണം ഞാനത് ഷൂട്ട് ചെയ്ത സമയത്ത് അതിൽ കുറെ മോഡൽസ് ഒക്കെ ഉണ്ട്. ആ കാസ്റ്റിംഗിൽ തന്നെ നമ്മൾ ചെയ്യും. ബംഗാളി ബംഗാളി ആർട്ടിസ്റ്റ് വെച്ചു. അപ്പൊ അവരൊക്കെ വന്നിട്ട് ഒരു ബംഗാളി ഷൂട്ട് ചെയ്ത ആ പെൺകുട്ടിയുടെ വിഷ്വൽ എടുത്തിട്ട് അയച്ചു ഫോണിൽ ഫോട്ടോ അമ്മ ഭയങ്കര കളിച്ചു. മകളുടെ കല്യാണം അറിയാം, ഒറിജിനൽ ബംഗാളി കല്യാണമാണ് നടക്കുന്നത്. പിന്നെ അവരുടെ പാരൻസ് അങ്ങനെ കുറെ സ്വക്കാല റീജിയനിൽ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ അറിയിക്കുന്ന സാധനങ്ങൾ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഐഡന്റിറ്റി ബിൽഡ് ചെയ്യണം. ഐഡന്റിറ്റി ബിൽഡ് ചെയ്യണം. ആ ബിൽഡ് ചെയ്യാനുള്ള പ്രോസസ്സ് എന്താണ് നമ്മളെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്നെ ബേസ് ചെയ്തിട്ടുണ്ടോ? അതായത് എപ്പോഴും നമ്മൾ കസ്റ്റമറുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കക്ഷിക്ക് എപ്പോഴുള്ള ചോദ്യം
എനിക്കെന്താണ് അതുകൊണ്ട് മെച്ചമുള്ളത് സമ്മതിച്ചത് അതാണ് ഭയങ്കര ഇൻഷുറൻസ് അത് കഴിഞ്ഞ് മറിച്ച് എനിക്കെന്ത് കിട്ടുന്നത് ചോദ്യം. ഏത് കസ്റ്റമറായാലും ഏത് വലിയ ആളായാലും വരാൻ പറ്റും. അപ്പൊ എന്താണ് എന്ത് യൂസർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നുള്ള പോയിന്റ് എന്ന് നമ്മൾ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന വേറെ എക്സസൈസ് ഐഡന്റിറ്റി ആയിരുന്നു. ഐഡന്റിറ്റി നേരിട്ട് ബെനിഫിറ്റ് ഡെലിവറി ചെയ്യുന്നു. പക്ഷേ കണ്ടാ തോന്നുന്നു ഏറെ കൊള്ളാം അങ്ങനെ തോന്നുന്നു. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ ഡെലിവറബിൾസ് എന്താണ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നത്. നമ്മളെ എല്ലാ ബ്രാൻഡിങ് ആക്ടിവിറ്റി മൂലക്കല്ല് എന്ന് പറയുന്നത്. സാർ, സാറിൻ്റെ ഇതുവരെയുള്ള ഈ ഒരു യാത്രയിൽ ഏതെങ്കിലും ബ്രാൻഡ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യാതിരിക്കുകയോ ഒരു ക്യാമ്പയിൻ പരാജയപ്പെടുകയോ ചെയ്തിട്ടുള്ള കേസ് സ്റ്റഡീസ് ഏതെങ്കിലും ഞങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടോ? അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കേരള സ്റ്റേറ്റ് അവര് ബേസിക്കലി അവർ കിടക്കയിലും ഫർണിച്ചേഴ്സാണ് കോർ കോമ്പറ്റൻസി ആക്ഷൻ. അപ്പോൾ അവർ ഒരു 10-15 കൊല്ലം ഒരു വെർജിൻ ഡോക്ടർ ഉപയോഗിക്കാറ് ബ്രാൻഡഡ് വെർജിൻ ഡോക്ടർ അതിന്റെ ബ്രാൻഡ് ഡിസൈനും പാക്കേജിങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു. പക്ഷെ ആ സമയത്ത് ടേക്ക് ഓഫ് ചെയ്തു. 2 റീസൺ. ഒന്ന്, വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ പ്ലേസ് ചെയ്ത ഒരു സെഗ്മെന്റ് കുറച്ച് ഹയറായി. അന്ന് ആൾക്കാരുടെ അത്രയും ഹയർ പ്രൈസ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒക്കെ വാങ്ങിയിട്ട് അതിനെ വിൽക്കണം എന്നുള്ളത് താല്പര്യമില്ല. 2, കമ്പനിയുടെ ബാക്കെൻഡിലുള്ള സിസ്റ്റം പ്ലേസ് അല്ലാത്തതിൽ നെറ്റ്വർക്ക് ഇന്ത്യയിലെ നെറ്റ്വർക്ക് തരാറായി, ഫൈനാൻസ് തരാറായി. അപ്പോന്ന് പറഞ്ഞില്ലേ ലക്ഷ്മി ഒരു കോസ്മെറ്റിക് ലെവൽ വേരിയബിൾ 2 കാറ്റഗറിയിലാണ് പ്ലേസ് ചെയ്തത്. അപ്പോ പ്രോഡക്റ്റ് അപ്പോ വാങ്ങാൻ സാഹചര്യം മനുഷ്യനില്ല. റബ്ബറും വെളിച്ചെണ്ണയായിട്ടുള്ള ഒരു ഡയറക്റ്റ് കണക്ഷൻ നമ്മളായ ബ്രാൻഡിന്റെ പൊസിഷനിൽ എസ്റ്റാബ്ലിഷ് ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യും. അത് സംഭവിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മതി നമ്മൾ ഒരിക്കലും നാളെ എന്ത് സംഭവിക്കും വിളിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ട രീതി നമ്മളെ കഴിയുന്ന രീതിയിലൊക്കെ ഒരുമാതിരി പോസിറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സാർ, നിലവിൽ നമ്മുടെ നാട്ടിലെ ബ്രാൻഡുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുക എന്നുള്ളതൊക്കെയാണല്ലോ. അപ്പോൾ നാട്ടിലെ ഒട്ടനവധി ബിസിനസ്സുകാർ സ്വന്തം നിലക്ക് വ്ളോഗ് ഇട്ടിട്ടും അതുപോലെ എക്സ്റ്റേണൽ വ്ളോഗേഴ്സിനെ കൊണ്ട് കൊളാബ് ചെയ്തിട്ടൊക്കെ നമുക്ക് മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ അതായത് ബ്രാൻഡിൻ്റെ പൊസിഷനിങ്ങിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ? അവരെ പ്രീമിയം പൊസിഷൻ ചെയ്യാൻ സാധിക്കുമോ ഇത്തരം ആക്ടിവിറ്റീസിലൂടെ? അല്ല, പ്രീമിയം പൊസിഷനിലേക്കുമ്പോഴല്ലോ ആ സോഷ്യൽ മീഡിയയിൽ കൂടെ കുഴപ്പമൊന്നുമില്ല. ഓണേഴ്സ് തന്നെ വ്ളോഗർമാരായിട്ട് വരുന്നുണ്ടല്ലോ. അത് നല്ലതാണ്. കാരണം ഓണറാണ് അഷ്വർ ചെയ്യുന്നത്. പക്ഷെ ആ ഓണർ എന്താ ബ്ലോഗ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ്. അയാൾ പറയുന്ന കണ്ടന്റ് എന്താണല്ല. പഴയ മറ്റേ ഖൈത്താൻ ഫാനിൻ്റെ ആൾ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഗ്യാരണ്ടി എന്നാ പറയുന്നത്. ഫാനിൻ്റെ മുതലാളി തന്നെ വന്ന് പറയുന്നു. അതിലും ഇതെന്താ ട്രസ്റ്റ്? മോഹൻലാൽ പറഞ്ഞാൽ കിട്ടൂല ട്രസ്റ്റ്. അപ്പോൾ അത് നല്ലതാണ്. പക്ഷെ ആ പറച്ചിൽ എന്താണെന്നുള്ളതും ആ പറഞ്ഞ സാധനം അവർ ഡെലിവറി ചെയ്യുന്നതിനനുസരിച്ചിട്ടിരിക്കും ഇതിൻ്റെയൊക്കെ. അല്ല, സോഷ്യൽ മീഡിയ കൊണ്ട് ഉപയോഗിച്ച് വെച്ചിട്ട് ഒരു ബ്രാൻഡിൻ്റെ ഇമേജ് പോവുക, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് പ്രീമിയം അല്ലാതിരിക്കുക, ലോക്കലായി പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. നമുക്ക് റീജിയണലായിട്ട് ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടല്ലോ. ഒരു കോമഡി ലെവലിലൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് നല്ല റീച്ചൊക്കെ കിട്ടുന്ന ആളുകളാണ്. സോ അത്തരം ആളുകൾ നമ്മൾ ഈ ഒരു കൊളാബിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രാൻഡിന് എന്തെങ്കിലും ഗുണമോ ദോഷമോ നൽകുന്നുണ്ടോ?
അത് പറ്റും. നമ്മളൊരു വലിയ സൂപ്പർ പ്രീമിയം ഇപ്പോൾ ബ്രാൻഡൊക്കെ ആണെങ്കിലേ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അല്ല അപ്പോൾ നമ്മളൊരു റീജിയൻ ലെവലിലുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് അപ്പോൾ ആ ഇതിലൊക്കെ നല്ലതാണ് ഒക്കെ. പിന്നെ ഈ ഇതിലൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവരൊക്കെ വിശ്വാസ്യതയാണ് പോകും. അത് വലിയ തകരാറാണ്. പക്ഷേ അഡ്വാൻറ്റേജ് ഈ നമ്മളൊരു ജിയോ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുമല്ലോ. ചെറിയ ഏരിയ ജോഗ്രഫിക്കലി ടാർഗറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് നമ്മൾ കടലിന് മുഴുവനെ വലയിടണം പണ്ടത്തെ കാലത്ത്. ഒരു 10 കിലോ മീൻ പിടിക്കണമെങ്കിൽ കടൽ മുഴുവൻ വലട്ടാൽ അതിന് മീനെ പൊട്ടത്തരം പറഞ്ഞില്ല. ഇപ്പം നമുക്ക് എവിടെ മീനുള്ളതൊക്കെ ഇട്ടിടക്കുന്നിട്ട് വലിയ വലിച്ചാൽ ജെനുവിനായിട്ട് അത് ഏത് കാര്യത്തിലും ഈ ജെനുവിനിറ്റി, ഓതൻറ്റിസിറ്റി, കമ്മിറ്റ്മെൻറ്റ് ഇത് കളഞ്ഞാൽ പിന്നെ അതുണ്ട്. അത് ഇപ്പോൾ നമ്മളെ ഫോർഗെറ്റ് അബൌട്ട് സോഷ്യൽ മീഡിയ, ടെലിവിഷനിലും പ്രിന്റിലൊക്കെ അങ്ങനെ തന്നെ. ഇപ്പോൾ പെയ്ഡ് ന്യൂസാണ് നമ്മൾ വായിക്കുന്നതിൽ ഒരു 50% ആ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമുക്ക് ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? അത് നമുക്ക് ഇപ്പോഴും റെക്കമെൻഡഡ് ആണോ? ന്യൂസ് പേപ്പർ ശരിക്കും ഒരു എഫക്റ്റീവ് മീഡിയ തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്താ പ്രശ്നം പറ്റുന്നത് വെച്ചാൽ ഞാൻ ആൾക്കാരുടെ വായനാശീലം കുറഞ്ഞു എന്നുള്ളത് ഞാൻ പറയില്ല. പൊതുവെ എല്ലാവരും ആൾക്കാർ പേപ്പർ വായിക്കില്ല എന്ന്, അങ്ങനെയൊന്നുമില്ല. പേപ്പറൊക്കെ ആൾക്കാർ വായിക്കും. പക്ഷേ ഈ ന്യൂസ് പേപ്പർ മീഡിയയിൽ ഈ സോഷ്യൽ മീഡിയയുടെ അതേ ഫോർമാറ്റിലുള്ള കണ്ടന്റ് കൊണ്ടിടും. അത് എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് ന്യൂസ് പേപ്പർ മീഡിയ വേറൊരു രീതിയിലാണ് അതിനെ. കാരണം അത് പറഞ്ഞാൽ വായിക്കേണ്ട മാധ്യമമാണ്. വായിക്കേണ്ട മാധ്യമത്തിൽ സർ, നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റുമായി ചേർത്ത് ചോദിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ബ്രാൻഡിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ഏത് രീതിയിൽ ആ ബ്രാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും കൂടി ഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പെപ്സോഡൻറ്റ്, സെൻസോഡൈൻ പോലുള്ള ബ്രാൻഡുകൾ എടുക്കുമ്പോൾ അവർ സ്ഥിരമായിട്ട് ഡോക്ടേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അത്തരം ഒരു ബ്രാൻഡ് ഒരു റീച്ച് കൂട്ടാൻ വേണ്ടി ഒരു കോമഡി താരത്തെയൊക്കെ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എത്രത്തോളം അവരെ ബാധിക്കുന്നുണ്ടാവും? തീർച്ചയായിട്ടും ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആധികാരികത പോയി പോകും. അതാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ച ഉത്തരവ് തന്നെ. ചില ബ്രാൻഡുകൾ ആ ബ്രാൻഡിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കസ്റ്റമറുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താലും അത് നിങ്ങളുടെ ബ്രാൻഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഹൈപ്പർ ലോക്കൽ മാർക്കറ്റിങ്ങിന് വേണ്ടി വ്ളോഗേഴ്സിനെ നോക്കുമ്പോൾ നമ്മുടെ ബ്രാൻഡ് സ്റ്റാൻഡേർഡ്സിൽ രീതിയിൽ മാത്രം സംസാരിക്കുന്ന വ്ളോഗേഴ്സിനെ കിട്ടാനും ബുദ്ധിമുട്ടുണ്ടല്ലോ സാർ. അല്ല, അത് ആ ബ്ലോഗറോട് ആ ബ്ലോഗറോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യേണ്ട മെസ്സേജ് എന്താണെന്നുള്ളത്, അതിൻ്റെ ഒരു ടോൺ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അതിൽ ചെയ്യാവുന്ന ഒരേ ഒരു മാർഗം. അത് അവർക്ക് വിട്ടുകൊടുത്താൽ അല്ല, ഇപ്പം ഞാൻ പറച്ചിലിൻ്റെ സ്റ്റാൻഡേർഡോ അതിനൊക്കെ അതിപ്പോൾ എന്തും പറയാം. അങ്ങനെ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനൊരു മലപ്പുറത്തുകാരനായതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ അത് വരും. അപ്പോൾ അത് ആ ടോൺ അത് പോട്ടെ, പക്ഷെ നമ്മൾ ആ ഡെലിവറി ചെയ്യുന്ന മെസ്സേജിൻ്റെ ആധികാരികത തന്നെ. മറ്റത് പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ നമ്മളെ ആൾക്കാരോട് വർത്തമാനം പറയാൻ അങ്ങനെ തന്നെയല്ലേ. നമ്മൾ വന്നിട്ടൊരു നിത്യജീവിതത്തിൽ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളൊരു നാട്ടിൽ പുറത്തെ രീതിയിൽ ഇതിലാണ് പറയാം. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ ആ പറയുന്ന മെസ്സേജ് നമ്മളെ ഇതിൻ്റെ നെഗറ്റീവ് ആവരുത്. ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഴ്സ് ചർച്ച ചെയ്തിട്ട് അതിന് കൃത്യമായൊരു ധാരണയോട് കൂടി കൺസൾട്ടൻസിനെ ഏൽപ്പിക്കുകയാണോ നേരിട്ട് കൺസൾട്ടൻസിനെ ഏൽപ്പിക്കുകയാണോ നല്ലത്? അല്ല, ചർച്ച ചെയ്തിട്ട് ഏൽപ്പിക്കുന്നതല്ലേ. അതായത് ഞാൻ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് എത്താം. ചർച്ച ചെയ്താലേ നമുക്ക് എന്തിനത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ട് നമ്മളിത് ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായിട്ട് തീരുമാനിച്ചാലേ ഏറ്റവും നല്ലത്. അവനാൻ അതിൻ്റെ അത് എന്തായിരിക്കും എന്നൊരു ധാരണ ചർച്ച ചെയ്ത് ഉണ്ടാക്കുന്ന. കാരണം നമ്മളെ കച്ചവടത്തെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ഒരു കൺസൾട്ടൻറ്റും അറിയില്ല. നമ്മളെ ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് അറിയുന്നിടത്തോളം നോളജ് പുറത്തുള്ളൊരു കൺസൾട്ടൻ്റ് ഏത് കൊമ്പത്തെ ആളായാലും ഉണ്ടാവില്ല. അത് നമുക്ക് തന്നെ അറിയാം. നമുക്ക് എന്താ ചെയ്ത്, നമുക്ക് എന്താ വേണ്ടത്, എന്തായിരിക്കും നമ്മളെ ഭാവി.
അപ്പോൾ അതിലേക്ക് പോകാനുള്ള മാർഗം മൂപ്പർക്ക് വേണമെങ്കിൽ പ്രൊഫഷണലൈസ് ചെയ്തിട്ടൊക്കെ കാണിച്ചു തരാൻ പറ്റും. അവിടെ ഏറ്റവും നല്ലത് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ തന്നെ തീരുമാനിച്ച് എന്ന രീതിയിൽ ഇന്നമാതിരി ആവണം എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വട്ടം വേണമെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അതൊക്കെ ചെയ്യണം. അതിൻ്റെ പ്രൊഫഷണൽ വട്ടം വേണ്ട, സ്ക്വയറാണ് അയാൾ നല്ലത് തോന്നുന്ന വെച്ചാൽ ചെയ്തോട്ടെ. പണ്ട് പോലെ നോക്കിയിട്ടുണ്ടോ, മെയ്ഡ് ഇൻ മറ്റേ ഗുജറാത്ത്, മെയ്ഡ് ഇൻ ബോംബെ, മെയ്ഡ് ഇൻ ജപ്പാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ സംഭവം അറിയും. മെയ്ഡ് ഇൻ ഇന്ത്യ അത് പോരട്ടോ. നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസമില്ലാത്തൊരു പരിപാടിയുണ്ട്. ഒരു വാസ്തവത്തിൽ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചിന്തിക്കുന്നതാവില്ല ആൾക്കാർ. പക്ഷെ പൊതുവേ മനുഷ്യന്മാരെല്ലാം അങ്ങനെ സ്വഭാവമുണ്ട്. പക്ഷെ അത് മാറി വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം അങ്ങനെ പണ്ടത്തെ മാരത്തെ സംഗതികളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ആ ഒരു വെല്ലുവിളിയെ ടാക്കിൾ ചെയ്യാൻ ഇത് ഞങ്ങൾ ഇതിൻ്റെ ബ്രാൻഡ് തന്നെയാണ് എന്ന് കൺവിക്ഷനോടെയും സത്യസന്ധതയോടെയും ആൾക്കാരോട് പറയുക തന്നെയാണ് അവിടെ. അല്ല, അതൊക്കെ നാച്ചുറലി ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ആൾക്കാരെ പണ്ടത്തെ മാതിരി അത്ര ഒരു ബ്രാൻഡ് ലോയലായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല ഇപ്പോഴത്തെ ഒരു കൺസ്യൂമർ. പണ്ട് ഭയങ്കര ലോയൽറ്റി സ്ട്രോങ് ആയിരുന്നു ഒരു ബ്രാൻഡ്. ഇപ്പോൾ ഐഫോൺ ആണെന്ന്, ഞാനൊക്കെ ഐഫോൺ, ആദ്യത്തെ ഐഫോൺ 3G ഇറങ്ങിയാന്ന് വന്ന് പടയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ആരാംകോ, സൗദി ആരാംകോയിലെ മിലിറ്ററി സപ്ലൈ വരും. അപ്പോൾ അവിടെ നിന്ന് ആളെ വിളിച്ച് പറഞ്ഞിട്ട് അത് കൊടുത്തയക്കി, അല്ലെങ്കിൽ US നമ്മളെ കസിൻസിനൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ട് കൊടുത്തയക്കി എന്ന് കൊണ്ടുവരും. ഇപ്പം ഞാൻ ഐഫോൺ ഉപേക്ഷിച്ച് 6 കൊല്ലമായി. ആൾക്കാർ കൂടുതൽ ഇൻഫോംഡായി. ഇപ്പം ഈ ഇൻ്റർനെറ്റും ഒക്കെ ഈ ഫോണിലെ സ്ക്രീനിൽ ആക്സസബിൾ ആണ് എല്ലാ ഇൻഫർമേഷനും. അതായത് നമുക്ക് അറിഞ്ഞുകൊണ്ട് തീരുമാനിക്കാനുള്ള സൗകര്യം ഭയങ്കരമായി. അതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡ് ലോയൽറ്റി കാര്യമായിട്ട് കുറഞ്ഞു തുടങ്ങി. ആൾക്കാർ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഓപ്പൺ ചെയ്ത് തുടങ്ങി. ഇതുപോലെ ഈ ബ്രാൻഡിങ്ങും അഡ്വർടൈസ്മെന്റും ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാതെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റും. അഡ്വർടൈസ് ചെയ്യാതെ ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് ഉദാഹരണം പറയാച്ച ഹൽദിറാംസ് ഇല്ലേ, ഹൽദിറാം സ്നാക്സ്. ഞാൻ കണ്ടിട്ടില്ല ഒരു അഡ്വർടൈസ്മെന്റ് ഒന്നും. ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ 2 ബോർഡ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിലെ ലാർജസ്റ്റ് സെല്ലിങ് സ്നാക്ക് ബ്രാൻഡാണ്. അത് എങ്ങനെ ആയി എന്നൊക്കെ ചോദിച്ചാൽ, മലബാറിലോട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഒരു ജേണിയിൽ 3ാമത്തെ ഷോറൂം മുതൽ 400-ൽ പരം ഷോറൂമിലോട്ടുള്ള ഈ ജേണിയിൽ പ്രതീക്ഷിക്കാതെ നമുക്ക് വന്നൊരു ഡിപ്പ് എന്തായിരിക്കും? അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ വന്ന ഒരു സാഹചര്യം, എന്തെങ്കിലും ഒരു ടാക്ടിക്സ് ഉപയോഗിച്ച് അതിജീവിച്ച ഒരു സ്റ്റോറി ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഇത് വന്നില്ലേ, ഒരു ഗ്ലോബൽ റിസഷൻ 2008 അത് വന്ന് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു സെറ്റ് ബാക്ക് വന്നു. പൊതുവെ എല്ലാവരും സ്പെൻഡ് കുറച്ചു. നമ്മൾ അതിജീവിച്ച എന്താ വെച്ചാൽ നമ്മൾ സ്പെൻഡ് കൂട്ടിയിട്ട് അതിജീവിച്ച് എല്ലാവരും സൈലൻ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ലൗഡായി ആ ഒരു പീരീഡിൽ. അത് നേരെ പറയുക ഒരു ഓപ്പോസിറ്റ് സ്ട്രാറ്റജിയാണ് കളിച്ചത്. അത് ഞാൻ ചെയ്തൊന്നല്ല, മൂപ്പരനെ തീരുമാനിച്ച ആ ഡിസിഷൻ. അതിൻ്റെ റെക്കമെൻഡേഷൻ ഒന്നുമില്ല, പക്ഷെ അതൊക്കെ ഒരു ബ്രില്യൻ ഡിസിഷൻ ആയിരുന്നു. ആദ്യം തന്നെ ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസം, പിന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് പിടിവാശിയില്ലായ്മ, ഒരു ഓണർ, ഒരു ബ്രാൻഡിൻ്റെ ഓണർ എന്നുള്ള നിലയ്ക്ക് എല്ലാം എൻ്റെ കൺട്രോളിൽ കൂടെ തന്നെ പോകണമെന്നൊരു പിടിവാശിയില്ലായ്മ, അതിനു വേണ്ടിയുള്ള ബാക്ക് ആൻഡ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള വില്ലിങ്നെസ്, പിന്നെ ഈ പറഞ്ഞ മാതിരി പ്രോപ്പറായിട്ടുള്ള ഓരോ മേഖലയിലും മാർക്കറ്റിംഗ് ആയാലും ബ്രാൻഡിങ് ആയാലും HR ആയാലും കസ്റ്റമർ റിലേഷൻ ആയാലും അതിലൊക്കെ കൃത്യമായ സമയത്ത് കൃത്യമായ ആൾക്കാരിൽ നിന്ന് കൺസൾട്ടിങ് എടുക്കുക. മൂപ്പര് ടോപ്പ് എൻഡിൽ ഇരുന്ന് ലീഡ് ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്യുക എല്ലാവർക്കും ധൈര്യമായിട്ട്. അത് മക്കളായാലും ശരി, മരുമക്കളായാലും ശരി, ബാക്കി ഡയറക്ടേഴ്സ് ആയാലും ശരി. ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് അതിനെ കൃത്യമായിട്ട് ലീഡ് ചെയ്യുക, മുന്നോട്ട് നീക്കുക, അവരെ ഇൻസ്പയർ ചെയ്യുക. നന്നായി മോണിറ്റർ ചെയ്യും, നന്നായി ഇൻസ്പയർ ചെയ്യും. അങ്ങനെയാണ് അതിനെ കൊണ്ടു നടക്കുന്നത്. അതാണ് അതിൽ വേറെ രഹസ്യങ്ങളൊന്നുമില്ല. സക്സസ് സീക്രട്ട്. പിന്നെ അഡ്വാൻസ് ആയിട്ട് തിങ്ക് ചെയ്യുക. അതായത് കൺവെൻഷനിൽ അല്ലാതെ അങ്ങനെ അത്രയൊക്കെ മതി എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ പുതിയ സാധനങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ട് സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നമ്മുടെ സമയം ഏകദേശം അതിക്രമിച്ചിട്ടുണ്ട്.
നമുക്ക് സാറ് പറഞ്ഞത് ഒന്ന് ലക്ഷ്യമാക്കി നോക്കാം. അപ്പോ കോമൺ അപ്പോൾ നമ്മൾ മലബാറിനാണ് കൂടുതൽ റെഫർ ചെയ്തത്. ആസ് എ കോമൺ ബിസിനസ്മാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ കറക്റ്റായിട്ടുള്ള വിഷൻ ഉണ്ടായിരിക്കണം എന്നാണ് സാർ ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ ആ വിഷനിലോട്ട് പോകാൻ നമുക്ക് പാരൻസിനെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പാരൻസിനെ കൂടെ കൂട്ടാൻ വഴിയില്ലാതിരിക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തെ പറഞ്ഞത് ബ്രേവായിട്ടുള്ള ഡിസിഷൻ, ഓൺ ടൈം ഡിസിഷൻസ് എടുക്കാൻ കപ്പാസിറ്റി, അതിന്റെ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നമ്മൾ ടേക്ക് അവേ എടുക്കേണ്ട കാര്യം. അപ്പോ ഇത്തരം ഡിസ്കഷൻസും അതുപോലെ കൂടുതൽ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള തോട്ട്ഫുൾ ആയിട്ടുള്ള സെഷനുമായിട്ട് സാറെ കൊണ്ടുപോകുന്നു ഇരിക്കുന്നതാണ്. ഓ, തീർച്ചയായിട്ടും. താങ്ക് യു ഫോർ യുവർ ടൈം സർ. ഓ, അയ്യോ. Thank you.